അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട രേഖകൾ എത്രത്തോളം ഈ അന്വേഷണത്തിൽ എങ്ങനെയായിരിക്കും വരിക എന്നതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, SIT ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് SITയുടെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് പത്മകുമാർ തന്നെയാണ് ഇതിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത് എന്നൊരു സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കൈപ്പട കൊണ്ട് തന്നെയാണ് ആ സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് എന്താണ് കരുതുന്നത്? ഇത് കൃത്യമായി ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന മുഴുവൻ തെളിയാൻ തക്ക വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഈ കേസിന്റെ തുടക്കത്തിൽ പത്മകുമാർ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, പൊതുസമൂഹത്തോട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ വിഷയത്തിൽ തനിക്ക് ഒന്നും അറിയില്ല, ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ വിഷയത്തിൽ താൻ നിരപരാധിയാണ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോ പുറത്തു വരുന്ന വാർത്തകൾ SITയുടെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യമായിട്ട് പത്മകുമാർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി പോറ്റിയുടെ കൈവശം കൊടുത്തത് എന്നൊക്കെ ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ഇവർ പറഞ്ഞത് മുഴുവൻ ശുദ്ധ നുണയായിരുന്നു, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു, വിശ്വാസികളെ കബളിപ്പിക്കുന്നതും കള്ളം പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമായത്. ഇനിയിപ്പോ പത്മകുമാറിനെ വീട്ടിൽ നിന്നും കുറെ രേഖകൾ കണ്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ രേഖകളിൽ ഒക്കെ വരുന്ന സമയത്ത് പത്മകുമാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട്. അതായത് താൻ ദൈവതുല്യം കരുതുന്നവരും ഇതിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം ദൈവതുല്യം കരുതിയത് ആരൊക്കെയാണ് ഇനിയും പുറത്തു വരാനുള്ളത്? ഈ കേസ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സങ്കീർണമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വമ്പന്മാർ വലയിൽപ്പെടാനുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. കൃത്യമായിട്ടും നമുക്ക് മനസ്സിലായും സ്വർണ്ണപ്പാളി പോലെ അത് ശബരിമലയിലെ ഒരു വിഷയം കേവലം പത്മകുമാർ തനിയെ ഒരു തീരുമാനമെടുക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ശബരിമലയുടെ വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം, അതുണ്ടാക്കാവുന്ന സാമൂഹ്യ ആഘാതങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാർ ഒറ്റയ്ക്ക് തന്റെ ഇടത്തോടെ ഈ തീരുമാനമെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പത്മകുമാറിന് വേണ്ട ഒത്താശ ചെയ്യാനോ അല്ലെങ്കിൽ പത്മകുമാറിന് പ്രേരിപ്പിച്ച ബാഹ്യ ശക്തികളുണ്ട്. ആ ബാഹ്യ ശക്തികൾ ആരൊക്കെയാണ്, അതിൽ അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടുന്നവര് പെട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്ന അന്വേഷണത്തിലാണ് കൃത്യമാവുള്ളൂ. ഇനി അറിയേണ്ടത്, ഇപ്പോൾ 2 മുൻ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ അന്വേഷണ സംഘം ചില തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്രസിഡന്റ് അത് PS പ്രശാന്താണ്. പ്രശാന്ത് തുടക്കത്തിൽ തൊട്ടേ ഇതുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല, എന്തൊക്കെയോ മുൻപ് നടന്നു എന്ന മട്ടിലാണ്. അങ്ങനെ കൈയൊഴിയാൻ PS പ്രശാന്തിന് കഴിയുമോ എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞതുപോലെ ഇന്നലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ഒരു മുൻകൂർ ജാമ്യം പോലെയാണ് തോന്നിയത്. എൻ്റെ മുമ്പിലേക്ക് ഒരു ഫയലും എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞത് എന്തിനായിരുന്നു എന്നതിൽ ചില സംശയങ്ങളുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ പോറ്റി കൊടുത്ത കത്ത് അത് മന്ത്രിക്കുള്ളതായിരുന്നു, താനത് കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വിവരങ്ങളാണ്, നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങ് പറഞ്ഞതുപോലെ ഇത് മന്ത്രി അറിയാതെ അല്ലെങ്കിൽ ഉന്നതരറിയാതെ ഇങ്ങനൊരു കാര്യം നടക്കുമോ? കാരണം പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു പടയാളിയായിരുന്നല്ലോ എക്കാലത്തും പത്മകുമാർ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ അടുത്താണല്ലോ. ഇതിനകത്തെ ഇപ്പൊ നമുക്ക് തുടക്കം മുതൽ ഇവര് ഈ കേസിനെ ഏത് തരത്തിലാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു വീഴ്ചയാണ് എന്നാണ് തുടക്കം പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് ഉദ്യോഗസ്ഥന്മാരെടുത്തതാണ്. വാസു ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കമ്മീഷണർ വാസു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുകയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ കേസ് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞു. ഇതേ കാര്യം തന്നെ പത്മകുമാറും പറഞ്ഞു. ഇപ്പോ അതേ കാര്യം തന്നെ കടകംപള്ളി സുരേന്ദ്രനും പറയുന്നു വിചാരിച്ചാൽ മതി. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് മുമ്പ് വാസു പറഞ്ഞത് പോലെ അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞ പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ പറയുന്നു. അറസ്റ്റിലാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രമാത്രം പങ്ക് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. SITയുടെ അന്വേഷണം ആ ദിശയിൽ പോയാൽ, അതിനുള്ള ആർജവവും തന്റെ SIT കാണിച്ചാൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പ്രതിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ പത്മകുമാർ ഒരു തീരുമാനമെടുക്കും, ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെയാണ് ഇനി SIT ധീരമായ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, വളരെ നന്ദി ശ്രീ RV ബാബു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇനി
ഡാനിലേക്ക് പോകും മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നലത്തെ പരിശോധനയിൽ നിർണായകമായ പല രേഖകളും കണ്ടെടുത്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് ഈ സ്വർണം എങ്ങനെയാണ് ചെമ്പായി മാറിയത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നല്ലോ. അത് അങ്ങേറെ ബഹുമാനിക്കുന്ന ശ്രീ പത്മകുമാറിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തതാണ് ആ ചെമ്പുപാളി. പിച്ചള പോലുമല്ല, ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് പത്മകുമാറാണെന്ന് പറയുമ്പോഴെങ്കിലും അങ്ങേക്ക് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു, ഏറെ ബഹുമാനിക്കുന്ന ഏറെ സ്നേഹമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയൊരു കുറിപ്പ് കണ്ടിരുന്നു. ആ ധാരണയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ശ്രീ രാഹുൽ? ആ ധാരണയിലല്ല, മുമ്പ് തൊട്ട് എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈ കള്ളത്തരത്തിൽ പത്മകുമാർ സാർ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അദ്ദേഹം മുമ്പ് ചെയ്തൊരു നല്ല കാര്യം ഇല്ലാതാവുന്നില്ല. അതായത് അദ്ദേഹം വിശ്വാസികളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ശബരിമല പ്രക്ഷോഭത്തിന് ഞാനടക്കമുള്ളവരെ ശബരിമലയിൽ എത്തിക്കാൻ സഹായിച്ചു എന്നുള്ളതും സത്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കള്ളത്തരം പത്മകുമാർ സാർ ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ആദ്യം മുതലേ അത് പറയുന്നതുമാണ്. കാര്യം ഇത് നയം വഴി ചെയ്തൊരു കൊള്ളയാണ്, അഥവാ തെഫ്റ്റ് ബൈ പോളിസി, റോബറി ബൈ പോളിസി. അതുകൊണ്ട് പത്മകുമാർ സാറിനെ ഈ വിഷയത്തിൽ ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. നയം വഴി ചെയ്ത കൊള്ള ആരുടെ സ്വത്ത്, ആരുടെ സ്വത്താണ്? ആരുടെ സ്വത്തെന്ന് മാത്രമല്ല, ഈ കോടാനുകോടി ഭക്തർ വന്ന് തൊഴുന്ന ആ അയ്യപ്പന് വേണ്ടി സംഭാവന ചെയ്ത് അയ്യപ്പൻ്റെതായ മുതൽ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ഒരാളെ എങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ പോലെ ഒരു അയ്യപ്പ ഭക്തന് അതിനു മുൻപ് ചെയ്തത്? അതിനു മുൻപ് എന്താണ് ചെയ്തത്? വിശ്വാസ സംരക്ഷണമോ? ആർക്കു വേണ്ടിയാണ് ആ വിശ്വാസം സംരക്ഷിച്ചത്? അത് അയ്യപ്പന് വേണ്ടിയല്ലേ? അയ്യപ്പന്റെ മുതൽ കട്ട് മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ഒരാൾ വിശ്വാസം സംരക്ഷിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് അയാളെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് രാഹുലിന് കഴിയുക എന്നൊരു സംശയം ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴേ തോന്നിയതാണ്. അതിപ്പോ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. രണ്ട് കാര്യമാണ് മാഡം. ഒന്ന്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും സത്യമല്ലേ? ഇത് രണ്ടും നമ്മൾ എല്ലാം അറിയുന്ന സത്യങ്ങളല്ലേ? ഉദാഹരണം, തന്റെ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് യുവതികളെ അയക്കില്ല എന്നും വിശ്വാസികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെയും ബാലൻസ് ചെയ്യാൻ നോക്കിയതും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ മറികടന്ന് വാസു സാറിനെ ഡൽഹിയിലോട്ട് വിട്ടതും ഇതെല്ലാം സത്യങ്ങളല്ലേ? ഇദ്ദേഹം വ്യക്തിപരമായ എന്നോട് ഇദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം തരാമെന്നും ശബരിമലയിൽ എത്താൻ ഞങ്ങളെ സഹായിച്ചതും സത്യമാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഞങ്ങളെ ദ്രോഹിച്ചതാണ്. അതൊരു വലിയ കാര്യമാണെന്നല്ല, പക്ഷെ അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ വിശ്വാസികളെ പുറകിൽ നിന്ന് വിശ്വാസ സംരക്ഷണത്തിന് കൂട്ടുനിന്ന ഒരാൾക്ക് രാഹുൽ മനസ്സ് തൊട്ട് പറയൂ, അങ്ങനെ വിശ്വാസം അയ്യപ്പനെ സംരക്ഷിക്കാൻ, അയ്യപ്പന്റെ വിശ്വാസം സംരക്ഷിക്കാൻ, അയ്യപ്പനിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ നിന്നൊരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു കൊള്ളക്ക് കൂട്ടു നിൽക്കാൻ കഴിയുക? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വിഷമം. അതായത് അദ്ദേഹത്തിന്റെ കുടുംബം മാഡത്തിന് അറിയാതിരിക്കണം, ഒരുപക്ഷെ ഹരിവരാസനം എഴുതിയ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ശബരിമലയിൽ കളിച്ചു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശബരിമലയിലെ കോൺട്രാക്ടറായിരുന്നു. കൊപ്രയും നമ്മുടെ വെടിവഴിപാടും ഒക്കെ ഏറ്റു നടത്തിയിരുന്നത്. ആ മനുഷ്യൻ ഇത് ചെയ്യുന്നത് മഹാപാപമാണ്. അതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അയ്യപ്പ വിശ്വാസികൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നമ്മളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിലെ സത്യസന്ധമായ കാര്യങ്ങളല്ലേ പറയേണ്ടത്. അത് രണ്ടു വശമുണ്ടെങ്കിൽ രണ്ടു വശത്തും പറയണം. പത്മകുമാർ സാറിന് മാപ്പില്ല, അദ്ദേഹം ജയിലിൽ പോകണം. ആദ്യം മുതലേ പത്മകുമാർ സാറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇത് രണ്ടും സത്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, വാസു സാറിനെ പണ്ടേ വാസു സാറിന് വിശ്വാസികളോട് താല്പര്യമില്ല, വാസു സാർ ഞങ്ങളെ തോപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ആദ്യ പത്മകുമാർ സാർ അങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ വിഷമം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് കൂടുന്നത് 2019 തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലായിരുന്നു. പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയായിരുന്നു, അടികൊള്ളുകയായിരുന്നു. ആ സമയത്താണ് ഈ മനുഷ്യൻ കൊള്ളയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഒരു കൈ കൊണ്ട് നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു, മറ്റേ കൈ കൊണ്ട് അദ്ദേഹം ചെമ്പുവാളി എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു. അങ്ങനെ പറയേണ്ടി വരും. അതാണ് അതിന്റെ വിഷമം. അങ്ങനെ പറയേണ്ടി വരും. അതും ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്തതിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം ഒരു ഡബിൾ ഗെയിം കളിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡബിൾ റോൾ കളിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. അവിടെയാണ് രാഹുൽ ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നുണ്ടോ മറ്റാരെങ്കിലും സമ്മർദ്ദത്തിന് പുറത്ത് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു? അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് അനുസരിച്ച് അദ്ദേഹം അവിടെ ശബരിമല അയ്യപ്പനുമായും ആ സന്നിധാനവുമായും ഒക്കെ ഇത്ര അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസി, ഞാൻ കരുതുന്നത് ഒരു വിശ്വാസിക്കും താൻ ആരാധിക്കുന്ന ഡേറ്റിയുടെ വസ്തുക്കൾ എടുത്ത് തട്ടിപ്പ് നടത്താനൊന്നും ഒരു വിശ്വാസിക്കും കഴിയില്ല. ദൈവഭയമുള്ള ആർക്കും പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും ഒരു വിശ്വാസി ആയതുകൊണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിലെന്തെങ്കിലും ഒരു സമ്മർദ്ദമുണ്ട്, അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം രാഹുലിന് വെക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം ദൈവം പോലെ കാണുന്നത് ആരാണ് എന്നൊരു സംശയം രാഹുലിനും തോന്നിയില്ലേ?
അത് അറിയില്ല. അദ്ദേഹത്തിന് അത്തരം പ്രയോഗങ്ങൾ പറയുന്നെങ്കിൽ ആരാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. രണ്ട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമാണ്. ഒന്ന്, അദ്ദേഹം ചെയ്തത് മഹാപാപമാണ്, കുറ്റമാണ്. രണ്ടുമാണ്, വിശ്വാസിയുടെ കണ്ണിൽ ഇത് മഹാപാപമാണ്, നിയമത്തിന്റെ കണ്ണിൽ ഇത് മഹാകുറ്റമാണ്. അതുകൊണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. രണ്ട്, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിൽ അത് ഈ അവസരത്തിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എപ്പം പറയാനാ? പുള്ളിക്ക് 66 വയസ്സായി, ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല.